കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബുദ്ധിമതി നീയാ. ഏറ്റവും വലിയ മണ്ടന്മാർ ആ വീട്ടിലുള്ളവരും. ആ അത് ശരിയാ നീ പറഞ്ഞത്. ഓക്കെ എന്നാ ഞാൻ വിളിക്കാം മീരെ. അതെ ഞാൻ പോയിട്ട് പായസം ഉണ്ടാക്കട്ടെ. ശരി. ശ്രുതി, ആ ദേ വരുന്നു. ആഹാ പെട്ടെന്ന് വന്നല്ലോ. അല്ല എന്തിനാ നീ വരാൻ പറഞ്ഞത്? ഞാൻ ഈ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ ദേ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആണോ? അല്ല ഇത്രയും സന്തോഷിക്കാൻ മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? അല്ല ഞാൻ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുമ്പോ ഇത്രയും സന്തോഷം നിന്റെ മുഖത്ത് കണ്ടില്ലല്ലോ. നിനക്കെന്തോ പേടിയുള്ളത് പോലെയാ നിന്റെ മുഖം കണ്ടപ്പോ എനിക്ക് തോന്നിയത്. പേടിയോ? ആർക്ക്? നിനക്ക്. ഈ എനിക്കോ? ഏയ് തോന്നിയതാ. ഓ എന്തായാലും ഞാനിപ്പോ ഭയങ്കര ഹാപ്പിയാ. അത് ചെറുതായി ഒന്ന് ആഘോഷിക്കണം നമുക്ക്. ഞാൻ പായസം എടുക്കട്ടെ? അല്ല പായസം നേരത്തെ കുടിച്ചല്ലേ ഉള്ളൂ. അത് അവരുടെ വകയില്ലേ, ഇത് എന്റെ വക. അല്ല എന്താ എത്ര സന്തോഷം? അതൊക്കെ ഉണ്ട്. എനിക്ക് മനസ്സിലായി. അച്ചമ്മയുടെ സ്വത്ത് വകകൾ മുഴുവൻ നമുക്ക് കിട്ടാൻ പോവുകയാണല്ലേ. കൺഗ്രാജുലേഷൻസ് ശ്രുതി, കൺഗ്രാജുലേഷൻസ്. ഞാൻ അച്ഛനാവാൻ പോവല്ലേ? അതൊന്നും അല്ലെന്നേ, ഇതേ വേറെയാ. വേറെയാ? ആ ദൈവം എന്റെ കൂടെ നിന്നതിലുള്ള സന്തോഷം. അപ്പൊ ശരി. എന്തായാലും ഫംഗ്ഷനൊക്കെ നന്നായിരുന്നു. പയ്യനും കൊള്ളാം. എന്തായാലും ശ്രുതി നീ ഷോറൂം പോയില്ലേ? പോരുന്നച്ചാ, ശ്രുതി വിളിച്ചപ്പോ തിരിച്ചു വന്നതാ. അവരൊക്കെ വന്ന ഉടനെ ഞങ്ങൾ അശോകന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്കിളെ നേരത്തെ വന്നത് നന്നായി. പായസം ചൂടോടെ കുടിക്കാലോ. എന്തിനാ ഇപ്പൊ പായസം ഉണ്ടാക്കിയത്? അതിന്റെ കാരണം രഹസ്യ അമ്മേ. ഞാനേ പായസം എടുത്തിട്ട് വരാവേ. അല്ല പായസം നമ്മളിപ്പോ കുടിച്ചു വന്നല്ലേ ഉള്ളൂ. അച്ഛാ ശ്രുതി ഉണ്ടാക്കിയതല്ലേ അച്ഛാ, കുടിച്ചേക്കാം. എന്തായാലും കല്യാണമൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. സന്തോഷായി. ഈ കല്യാണം നടക്കാൻ കാരണം സച്ചിയും രേവതിയും പിന്നെ ചെറുക്കൻ്റെ അമ്മാവനോ. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. ചെറുക്കന്റെ വീട്ടുകാരത്ര കാശുകാരൊന്നും അല്ല. കല്യാണം കഴിക്കുവാണെങ്കിൽ കാശുള്ള വീട്ടിൽ നിന്ന് തന്നെ കെട്ടണം. ഞാൻ കണ്ടെത്തിയ 2 മരുമക്കളും കാശുള്ള വീട്ടിൽ നിന്നാ. ചന്ദ്ര, ഈ കാശിലൊന്നും വലിയ കാര്യമില്ലട്ടാ, അതൊക്കെ വരും പോവും. ഓ, ഈ മരുമക്കൾക്ക് നല്ല മനസ്സുണ്ടായാൽ മാത്രം മതി. അതാ പ്രധാനം. അതെന്റെ രേവതി മൂക്കുണ്ട്. ഓ, എത്ര പറഞ്ഞാലും കുരുവി പരുന്താവില്ലല്ലോ. ഞാൻ കൂട്ടിയിട്ട് വന്ന ശ്രുതിയുടെ മുന്നില് രേവതിക്ക് നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല. കേസൊന്ന് കഴിഞ്ഞോട്ടെ. മരിച്ചുപോയ അവളുടെ അച്ഛന്റെ കോടികളുടെ സ്വത്ത് എന്റെ ശ്രുതിയുടെ കൈകളിൽ വന്ന് ചേരും. കുറെ നാളായത് കേൾക്കണേ. എന്തോ പായസം കുടിക്കങ്ങളെ. അച്ഛാ നിങ്ങളിങ്ങ് പോന്നോ? അപ്പൊ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോയില്ലേ? ഇല്ല. അവിടെ ചടങ്ങുകളൊക്കെ ഉള്ളതല്ലേ, നിങ്ങൾ പോകണ്ടല്ലേ? അതിനു മുമ്പ് നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് നടത്തണം. അതിനെ നേരെ ഇങ്ങോട്ട് പോന്നേ. നമ്മുടെ വീട്ടിൽ എന്തിനാ ചടങ്ങുകളൊക്കെ നടത്തുന്നേ? അതൊക്കെ ഉണ്ടച്ചാ. ശ്രീകാന്തും വർഷം ഇവിടെ ഇല്ലാതായി പോയല്ലോ. അവർക്ക് നല്ലൊരു സീൻ മിസ്സായി പോയി.
ചടങ്ങി പങ്കെടുക്കാനേ ഭാഗ്യമില്ല. എന്തൊക്കെയാ ഇവനീ പറയുന്നേ? അച്ഛനെ, ഈ പുലിജന്മം കഥ കണ്ടിട്ടുണ്ടോ? മനുഷ്യൻ പുലിയായി മാറുന്ന കഥ. ആ കഥ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും മനുഷ്യന് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമെന്ന്. എന്നാ പറ്റൂ അച്ഛാ. ചില മനുഷ്യർക്കേ അതിനുള്ള കഴിവുണ്ട്. ഏത് രൂപത്തിലേക്കും അവർ മാറും. രേവതി, നിന്റെ ഹസ്ബൻഡിന് എന്താ പറ്റിയത്? ആള് നോർമൽ അല്ലെന്ന് തോന്നുന്നു. വല്ല ഹോസ്പിറ്റലും കാണിക്കുന്ന നല്ലതായിരിക്കും. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. സച്ചേട്ടൻ നോർമൽ തന്നെയാ. പാർലമെന്റത്തിന്റെ അച്ഛന്റെ സ്വത്തുവകകള് കേസിൽ പെട്ട് കിടക്കണമെന്നല്ലേ പറഞ്ഞേ? ആ കേസ് പെട്ടെന്നെങ്ങാനും തീരുവോ? അല്ല, അതറിഞ്ഞിട്ട് നിനക്കിപ്പോ എന്തിനാ? അല്ല, കേസ് തീർന്നാലേ പാർലമെന്റത്തിന്റെ കയ്യിൽ കോടികൾ എത്തുമല്ലോ. ആ, അതൊക്കെ എത്തും. അപ്പോഴേ കുറച്ച് കാശ് കടം വാങ്ങിക്കാനാ. മുകളിലേ മുറി പെട്ടെന്ന് എടുക്കണായിരുന്നു. ഓ, അങ്ങനെ എന്റെ അച്ഛന്റെ കാശുണ്ട് ആരും ഇവിടെ ഒന്നും എടുക്കണ്ട. കൊള്ളാം ശ്രുതി. 10 രൂപ പോലും ഇവന് കൊടുക്കരുത്. തിരിച്ചു കിട്ടുകയില്ല. മുറി കെട്ടൂന്നൊക്കെ ശപഥം ചെയ്തിരുന്നല്ലോ നിന്റെ ഭാര്യ. അവളോട് പോയേ കാശുണ്ടാക്കാൻ പറ. ആ, അല്ലെങ്കിൽ കൊടുത്തേക്ക് ആന്റി. അത്രയ്ക്കും ഗതികെട്ടി ചോദിക്കുന്നതല്ലേ. ഒരു സഹായം കൂടി. ഒന്ന് ഇളയച്ചനെ വിളിച്ചേ കേസ് ഏകദേശം എപ്പോ തീരുന്നു ചോദിക്കും. വേറൊന്നും കൊണ്ടല്ലോ കേട്ടോ. അത് അറിഞ്ഞു കഴിഞ്ഞാലേ ഞങ്ങക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യാലോ. ആ, ആദ്യമായിട്ട് എന്റെ മുന്നിൽ വന്ന് കൈനീട്ടിയതല്ലേ. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചേക്കാം. ആ, ഹലോ ഇളയച്ച, ശ്രുതിമോളാട്ടോ. അല്ല, സുഖല്ലേ? അല്ല, ഇളയച്ചനിപ്പോ എവിടെയുണ്ട്? മുംബൈയിലോ? ഓ, അവിടെ എത്തിയോ? ശോ. അതെ, ഞാൻ വിളിച്ചതേ നമ്മുടെ മലേഷ്യയിലെ കേസൊക്കെ ഇല്ലേ, അത് ഏകദേശം എപ്പോ തീരുമായിരിക്കും അതറിയാൻ വേണ്ടിട്ടായിരുന്നു. ഓ, ശോ. ഇപ്പൊ പറയാൻ പറ്റില്ലല്ലേ. എന്നാ ശരി വേളച്ച, ഞാൻ പിന്നെ വിളിക്കാം. ആ, ബൈ. കേസ് എപ്പ തീരുന്ന് പറയാൻ പറ്റില്ലെന്നാ ഇളയച്ചൻ പറയുന്നേ. നമുക്ക് ഭാഗ്യമില്ലാതായി പോയി സച്ചേട്ടാ. അത് എന്തായാലും കേസ് തീരട്ടെ, അപ്പൊ കാശ് തന്നാ മതി. ആ, പക്ഷെ തരാന്ന് പറഞ്ഞ പറ്റിക്കരുത്. അതെ, ഞാൻ ആരെ അങ്ങനെ പറ്റിക്കാറൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ ശീലവും ഇല്ല. പറ്റിക്കാറുണ്ട്, അതിന്റെ സ്വഭാവമാണല്ലോ. മതി 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 മതി, ചുമ്മാ വഴക്കിടാതെ സച്ചി. നീ എന്തോ ചടങ്ങിന്റെ കാര്യം പറഞ്ഞില്ല, അതെന്താ? അത് വിട്ടിപ്പോ കാശിന്റെ കാര്യം വരെ എത്തി. എന്ത് ചടങ്ങാണോ നടക്കാൻ പോകുന്നേ? അതാദ്യം പറയേ. അതിപ്പോ തന്നെ തുടങ്ങിയേക്കാം. ചടങ്ങില് ഒരു മുഖ്യ അതിഥി ഉണ്ട്. അദ്ദേഹം ഇവിടെ വന്നിട്ടുമുണ്ട്. ഞാൻ വിളിക്കാം. മുഖ്യാതിഥിയാ? അതാരടത്? എന്തൊക്കെയാടി പറയുന്നത്? കാര്യം എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയേ. എന്റെ അച്ഛ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. വിളിച്ചാ ഇപ്പൊ വരും. ഞാൻ വിളിക്കാവേ. ഇളയച്ചാ, ഇളയച്ചോ, ഇങ്ങ് വാ, ചടങ്ങ് തുടങ്ങാം. അതാരത്? ഇളയച്ചനോ? ആ, ഇളയച്ച
എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞ്? അകത്തേക്ക് കേറി വരൂ. കേറി വാ ഇളയച്ച. ആ കേറി വാ, വാ ഇരിക്കേ. ഇളയച്ചനെ അവര് വിളിക്കുന്ന കേട്ടില്ലേ? അവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ. അയ്യോ. ചന്ദ്രേ വരൂ വരൂ. വാ വാ അങ്ങോട്ടിരിക്കും വാ. ഇളയച്ച ഇരിക്കേ. ചെല്ലു ചെല്ലു ഇരിക്കേ. പാവം യാത്രയൊക്കെ കഴിഞ്ഞാണല്ലോ, അതിന്റെ ക്ഷീണം കാണും. ശ്രുതി, നീ എന്തെങ്കിലും അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്നേ? നിന്റെ ഇളയച്ച വന്ന് കണ്ടില്ലേ? ഇളയച്ചനെ സർപ്രൈസ് ആയിട്ട് കണ്ടതിന്റെ ആവും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണല്ലോ അല്ലേ? സുഖം തന്നെ, പരമസുഖം. ശ്രുതി, ദേ ഇളയച്ചൻ ഇങ്ങോട്ട് വരുന്ന കാര്യം നീ എന്താ പറയാത്തെ? അത് അല്ല, അത് പിന്നെ ഓ അന്ന് നീ കാശിന് വേണ്ടി ഇളയച്ചനെ വിളിച്ചിരുന്നല്ലോ. ആ കാശ് തരാൻ വേണ്ടി ഇളയച്ചൻ വന്നിരിക്കുക. ഇളയച്ച, ഞങ്ങൾക്ക് എല്ലാവർക്കും സർപ്രൈസ് തരാൻ വേണ്ടിയല്ലേ ആരോടും പറയാതെ വന്നത്. അല്ല, ഇളയച്ചൻ ഇപ്പൊ എവിടുന്നാ വരുന്നേ? അതല്ല, ഈ ശ്രുതിമോള് ഫോൺ ചെയ്തപ്പോ ഇപ്പൊ മുംബൈയിലാണെന്നല്ലേ പറഞ്ഞേ? അല്ല, ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇവിടെ എത്തിയേ? അത് ചോദ്യം. പാർലെടുത്തി പറഞ്ഞത് നിങ്ങളൊക്കെ മറന്നല്ലേ? പക്ഷെ അച്ഛൻ ഓർമ്മയുണ്ട്. അത് ശരിയാണല്ലോ. ഇത്ര പെട്ടെന്ന് എങ്ങനെ മുംബൈയിൽ നിന്ന് ഇവിടെ എത്തി? ഇദ്ദേഹേ മുംബൈയിലൊന്നും ആയിരുന്നില്ല. ഒരു പ്രത്യേക സ്ഥലത്ത് ഞാനും രേവതിയും ഇദ്ദേഹത്തെ കണ്ടു. ചടങ്ങിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിട്ട് നേരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതാ. അല്ല, നിങ്ങൾ മുംബൈയിലാണെന്ന് എന്തിനാ കള്ളം പറഞ്ഞേ? അയ്യോ, കള്ളം പറഞ്ഞ ഇദ്ദേഹം അല്ല അച്ഛാ, ഈ നിൽക്കുന്ന പാലാട്ടതയാ. ഇദ്ദേഹം ആരാണെന്നറിയോ? എന്നല്ല ഇങ്ങനെയൊക്കെ പറയുന്നേ? ശ്രുതിയുടെ ഇളയച്ചനല്ലേ അത്? ഇദ്ദേഹം ആരുടെ ഇളയച്ചനൊന്നുമല്ല, അമ്മാവനാ. നമ്മുടെ മാളുവിനെ കെട്ടിയ ചെറുക്കന്റെ അമ്മാവൻ. അതായത് ഫെബിന്റെ അമ്മയുടെ ഏട്ടൻ. രവിയേട്ടാ, എന്തൊക്കെയാ ഇവനി പറയുന്നേ? സച്ചേട്ടൻ പറഞ്ഞതൊക്കെ സത്യ. ഇദ്ദേഹേ ശ്രുതിയുടെ ഇളയച്ചനൊന്നും അല്ല, ഫെബിന്റെ അമ്മാവനാ. അച്ഛാ, കല്യാണം നടത്താൻ മുന്നിട്ടിറങ്ങിയ ഫെബിന്റെ ഒരു അമ്മാവനെ കുറിച്ച് അശോകൻ നിങ്ങൾ പറഞ്ഞില്ലേ? അത് ഇദ്ദേഹമാ. അല്ല, ഇളയച്ചനല്ലേ? അങ്കിള്, ഈ സച്ചിൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇതെന്റെ ഇളയച്ചനാ. മലേഷ്യയിൽ ബിസിനസ് നടത്തിയിരുന്ന എന്റെ ഇളയച്ചൻ. എത്ര തവണ ഇളയച്ചൻ നമ്മുടെ വീട്ടിൽ വന്നതാ. ഇദ്ദേഹം അമ്മാവനൊന്നും അല്ല, എന്റെ അച്ഛന്റെ അനിയനാ. ശ്രുതി, വീണെടുത്ത് കിടന്ന് ഉരുണ്ടിട്ടേ ഒരു കാര്യമില്ല. അച്ഛാ, അദ്ദേഹം മലേഷ്യയിലൊന്നും അല്ല ബിസിനസ് നടത്തുന്നത്, നമ്മുടെ ഈ നാട്ടിലാ. എന്താ ചന്ദ്രഹി പറയുന്നേ? എന്താ ചന്ദ്രഹി പറയുന്നേ?
എന്താ അദ്ദേഹത്തിന്റെ ബിസിനസ് അറിയോ? വെട്ടൊന്ന് കഷ്ണം 2. പെട്ടെന്ന് കഷ്ണം 2. അതാണ് ഇദ്ദേഹത്തിന്റെ ബിസിനസ്. വെട്ടി കൂട്ടി തൂക്കി കൊടുക്കും അല്ലേ? എന്താ ഈ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇവന് വട്ടാങ്കളെ ഭീഷണിപ്പെടുത്തി എന്റെ ഇളയച്ചനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. എന്നിട്ട് ഓരോന്നും പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യാല്ലേ? ഇളയച്ച, ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട. നമുക്ക് മീരയുടെ വീട്ടിലേക്ക് പോവാം. വരാൻ വന്നേ ശ്രുതി, നമുക്കേ ഇവിടെ വെച്ച് തന്നെ സംസാരിക്കാം. എടാ സച്ചി, എന്താടാ ഇത്? അച്ഛാ, ഞാൻ പറഞ്ഞ സത്യ. ഇദ്ദേഹം മലേഷ്യക്കാരൻ ഇളയച്ചനല്ല, ഫെബിന്റെ അമ്മാവനാ, നമ്മുടെ നാട്ടുകാരൻ. ഇറച്ചിപ്പെട്ട ജോലി, പേര് ജയരാജ്. ബീരാനെന്ന് എല്ലാരും വിളിക്കാറ്. സിനിമയില് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു. ആദ്യ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരാണ് ബീരാൻ. ആ പേരിലാ ഇപ്പൊ അറിയപ്പെടുന്നതും. അച്ഛാ, അന്ന് ബിരിയാണി വെക്കാൻ വേണ്ടി ഞാൻ ഇറച്ചി വാങ്ങിയിരുന്നില്ലേ? അത് ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്നാ വാങ്ങിയത്. ഇന്ന് എനിക്കത് മനസ്സിലായത്. എന്താ പറഞ്ഞെടുത്തി? ഇനി വല്ലതും പറയാനുണ്ടോ? രണ്ടുപേരും നിർത്തുന്നുണ്ടോ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്റെ ഇളയച്ചനെ കൂട്ടിക്കൊണ്ടൊന്ന് ഇൻസൾട്ട് ചെയ്യുന്നോ? വാളേച്ച അങ്ങോട്ട്. അങ്ങനെ പോവാൻ വരട്ടെ. ശ്രുതി, നീ പെട്ടു. പലതവണ കള്ളത്തരം പറഞ്ഞ് തന്ത്രപൂർവ്വം നീ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ നിനക്കതിന് പറ്റില്ല. ഡോ, ഇത്രയും കാലം ഇവൾക്കൊപ്പം ചേർന്ന് ഒരു കുടുംബത്തെ കള്ളം പറഞ്ഞ് പറ്റിക്കായിരുന്നല്ലേ? ഇനിയെങ്കിലും ഒന്ന് സത്യം പറ. നിങ്ങളൊക്കെ എന്നോട് ക്ഷമിക്കണം. നിങ്ങളൊക്കെ എന്നോട് ക്ഷമിക്കണം. ഞാൻ ശ്രുതിയുടെ ഇളയച്ചനല്ല. സച്ചിൻ രേവതിയൊക്കെ പറഞ്ഞത് സത്യമാ. എൻ്റെ ശരിക്കും പേര് ജയരാജ് എന്നാ. ബീരാനെന്നാ എല്ലാവരും വിളിക്കുന്നത്. നാട്ടില് ഒരു ഇറച്ചിക്കട നടത്തുക. ഞാനൊരു നാടക നടൻ കൂടിയാ. സിനിമയില് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇവളുടെ ഫ്രണ്ട് മീരേനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഒരു ദിവസം മീര ശ്രുതിയേയും കൂട്ടി എൻ്റെ കടയിൽ വന്നിരുന്നു. ശ്രുതിക്കൊരു ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരാമെന്ന് പറഞ്ഞു. നോക്ക്, ഇതാണ് എന്റെ ഹസ്ബൻഡ്. പേര് സുധി. ഓർത്ത് വെക്കണം, പേര് മറന്നു പോരുത്. ഒരിക്കലും ഇളയച്ചൻ എന്ന ക്യാരക്ടർ വിട്ട് ഇറച്ചി വെട്ടുകാരനാവരുത്. ഒരിക്കലും ആവില്ല. വരേണ്ട വീടിന്റെ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. പണക്കാരനായ ഇളയച്ചനായിട്ട് ഞാൻ തകർക്കും. എന്തൊക്കെയാണ് കേൾക്കുന്നത്? അപ്പൊ ഇതുവരെ നിങ്ങളെല്ലാവരോടും ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കായിരുന്നല്ലേ? പറഞ്ഞതെല്ലാം കള്ളൊരുന്നല്ലേ? അപ്പോ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ ജയിലിൽ കിടന്ന് മരിച്ചു എന്നൊക്കെ പറഞ്ഞതോ?
അതെല്ലാം കള്ളമായിരുന്നു. ശ്രുതി നിങ്ങളോടൊക്കെ അങ്ങനെ പറയാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാ. അപ്പോ ശ്രുതി മലേഷ്യയിലൊന്നും ആയിരുന്നില്ലേ? ഇവളുടെ അച്ഛൻ അവിടുത്തെ കോടീശ്വരനായ ബിസിനസ്സുകാരനൊന്നും അല്ലേ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ ശ്രുതിയുടെ ഇളയച്ചനുമല്ല. അവളുടെ അച്ഛനെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ എനിക്കൊന്നും അറിയില്ല. പറയുന്നത് മുഴുവൻ കള്ളത്തരം. എന്താ നിന്റെ ഉദ്ദേശം? രണ്ടാളും കൂടി ചേർന്നാണ് ഇതൊക്കെ ചെയ്തത്. നീയും കൂടി ചേർന്നാണ് ഈ നാടകം കളിച്ചതെന്ന് അച്ഛൻ എനിക്ക് പറയണോ? അവളുടെ എല്ലാ പോക്കരത്തരത്തിനും കൂട്ടി നിന്നിട്ട് ഇപ്പൊ മിണ്ടായിരിക്കണോ? അതോ അവള് ചെയ്താണ് ശരിയെന്ന് വിചാരിച്ച് വായി പഴം തിരിയിരിക്കണോ? ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടല്ലേ? നിർത്ത. എടി കള്ളി, എവിടുന്നാടി നീ വരുന്നേ? പറയടി, എന്താണ് നിന്റെ ഉദ്ദേശം? എങ്ങനെ മിനിറ്റിന് നിനക്ക് കള്ളം പറയാൻ പറ്റുന്നു? സമ്മതിക്കണം നിന്നെ. ഇവന് നീ എന്ന് പറഞ്ഞ ജീവന 3 മക്കൾക്കും അവർക്ക് ചേർന്ന ഭാര്യമാരെ കിട്ടിയതില് ചെറിയൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. ആന്റി, ഇത്തവണ കൂടെ എന്നോടൊന്ന് ക്ഷമിക്കാൻ. വിടറി. നിന്റെ നാടകങ്ങളി ഞാൻ നിർത്തി തരാടി. പോടി ഇവിടെ. ഇറങ്ങി പോടി എന്റെ വീട്ടിൽ നിന്ന്.